ഗൾഫ് രാജ്യങ്ങൾ തകരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും തകർന്നാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുൻകരുതൽ ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ്. കേരളത്തിലെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 35% വിദേശത്ത് നിന്നുള്ള പണമാണ്. അതായത് 1/3 തന്നെ വിദേശത്ത് നിന്നുള്ള പണമാണെന്നർത്ഥം. യുദ്ധമുണ്ടായാൽ ഈ പണമൊഴുക്ക് ഗണ്യമായി കുറയും. മറ്റൊന്ന് പ്രവാസികളുടെ തിരിച്ചുവരവാണ്. ഏകദേശം 22 ലക്ഷം പ്രവാസികൾ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയൊരു വിഭാഗം ഒരേ സമയം തിരിച്ചെത്തിയാൽ തൊഴിലില്ലായ്മ കുത്തനെ കൂടും. ഇതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ്, ബാങ്കിംഗ് മേഖല തുടങ്ങിയവ. പ്രവാസി വരുമാനം നിലച്ചാൽ വീട് നിർമ്മാണം, ഫ്ലാറ്റ് വിൽപ്പന തുടങ്ങി സിമൻറ്റ്, സ്റ്റീൽ വ്യവസായങ്ങളെയും ബാധിക്കും. മാത്രമല്ല, കേരളത്തിൽ നിന്ന് പഴം, പച്ചക്കറി കയറ്റുമതി ചെയ്യുന്നത് ഭൂരിഭാഗം ഗൾഫ് നാടുകളിലേക്കാണ്. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടാൽ കർഷകർക്കും വ്യാപാരികൾക്കും വലിയ നഷ്ടം സംഭവിക്കും. ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കടബാധ്യതകൾ പരമാവധി കുറക്കുക. ആഡംബര വീടുകളും ധൂർത്തും ഒഴിവാക്കുക. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ 6 മാസം മുതൽ 1 വർഷം വരെ കുടുംബം മുന്നോട്ടു പോകാൻ ആവശ്യമായ തുക കയ്യിൽ കരുതുക. നിലവിലുള്ള കേരളത്തിലെ തൊഴിൽ മേഖലയിൽ നൈപുണ്യം നേടുക. ഇത്രയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഒരു യുദ്ധം നടക്കട്ടെ എന്ന് കരുതിയിട്ടല്ല, മറിച്ച് ഒരു യുദ്ധമുണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയൊക്കെ ആ യുദ്ധത്തിനെ മറികടക്കും, അതിൻ്റെ പ്രത്യാഘാതങ്ങളെ മറികടക്കും എന്നതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്.